പഞ്ചസാര അഥവാ വൈറ്റ് ഷുഗർ അഥവാ ഗ്രാനുലേറ്റഡ് ഷുഗർ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ്. ഒന്നാമത്തത്, ഇതിന് ന്യൂട്രീഷണൽ വാല്യൂ ഇല്ല. ഇത് റിഫൈൻഡ് ഷുഗറാണ്. ഇതിലെ എല്ലാ ന്യൂട്രിയൻസും ഇല്ലാതാക്കി കാലറീസ് മാത്രമാണ് അവശേഷിക്കുന്നത്. പിന്നെ വെയിറ്റ് കൂടാനും പൊണ്ണത്തടി ഉണ്ടാവാനും ഇത് കാരണമാകുന്നു. ഇതിലുള്ള ഹൈ കാലറി കണ്ടന്റ് കാരണം ടൈപ്പ് 2 ഡയബറ്റീസിന് കാരണമാകുന്നു. നമ്മൾ പഞ്ചസാര കഴിക്കുമ്പോൾ അത് ഗ്ലൂക്കോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ബ്ലഡ് സ്ട്രീമിലോട്ട് എൻ്റർ ചെയ്യുന്നു. പാൻക്രിയാസ് ഇൻസുലിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ശരീരത്തിലുള്ള കോശങ്ങളിലോട്ട് കയറുകയും എനർജി പ്രൊഡക്ഷന് വേണ്ടി നമ്മുടെ ബോഡി സെൽസ് ഇതിനെ ഉപയോഗിക്കുന്നു. ഡെയിലി ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ പാൻക്രിയാസിന് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. രക്തത്തിലുള്ള ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ ശരീരത്തിലെ കോശങ്ങൾ പതിയെ പതിയെ ഈ ഒരു ഇൻസുലിനോട് ഒരു പ്രതിരോധം ഉണ്ടാക്കുന്നു. ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ പിന്നീട് ശരിയായ രീതിയിൽ അതിനോട് പ്രവർത്തിക്കത്തില്ല, ഇൻസുലിൻ ഹോർമോണിനോട് പ്രവർത്തിക്കത്തില്ല. അനന്തരഫലമായിട്ട് ഗ്ലൂക്കോസ് രക്തത്തിൽ അടിയുന്നു. ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഡയബറ്റീസ് 2 ഉണ്ടാകുന്നു. പല കാരണം കൊണ്ടും പഞ്ചസാര നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ മോശമായി ബാധിക്കുന്നു. നമ്മുടെ വെയിറ്റ് കൂട്ടുന്നു, രക്തത്തിലെ ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുന്നു, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂട്ടുന്നു. ബ്ലഡ് വെസൽസിൻ്റെ കോൺട്രാക്ഷനും എക്സ്പാൻഷനും ചുരുങ്ങാനും വികസിക്കാനും സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്, ഒരു മോളിക്യൂളാണ് നൈട്രിക് ഓക്സൈഡ്. ഈ ഒരു നൈട്രിക് ഓക്സൈഡിൻ്റെ ഫംഗ്ഷനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് യൂറിക് ആസിഡ്. രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടാനും പഞ്ചസാര കാരണമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിമ്പാറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഹെർട്ട് റേറ്റ് കൂടുന്നു, കാർഡിയക് ഔട്ട്പുട്ട്, വാസ്കുലർ റെസിസ്റ്റൻസ് ഒക്കെ കൂടുന്നു. ഇതെല്ലാം ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ചാൻസ് കൂട്ടുന്നു. അതുപോലെ തന്നെ പല്ലുകളെ ഇല്ലാതാക്കുന്നു. ഈ ഒരു പഞ്ചസാര കൂടുതൽ കഴിക്കുമ്പോൾ പല്ലിലുള്ള ബാക്ടീരിയാസ് അതിനെ മെറ്റബോളൈസ് ചെയ്ത് വേസ്റ്റ് പ്രോഡക്റ്റായിട്ട് ആക്സിഡ് ഉണ്ടാക്കുന്നു. ഈ ആക്സിഡ് പല്ലിലുള്ള മിനറൽസിനെ ഡിസോൾവ് ചെയ്യുന്നു. നമ്മുടെ അസ്ഥികൾ ക്ഷയിക്കാൻ ഇത് കാരണമാകുന്നു. ഈ പഞ്ചസാര, അതായത് സൂക്രോസ്, കാൽഷ്യം അയോൺസുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം സാക്രേറ്റ് ആയിട്ട് മാറുന്നു. ഈ കാൽഷ്യം സാക്രേറ്റ് പിന്നീട് യൂറിനിലോട്ട് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ കാൽഷ്യവും ഫോസ്ഫറസും തമ്മിലൊരു ഇംബാലൻസ് ഉണ്ടാക്കുന്നു. പിന്നെ ബ്ലഡിൽ വിറ്റാമിൻ ഡിയുടെ ലെവൽ ഇത് റെഡ്യൂസ് ചെയ്യുന്നു. വിറ്റാമിൻ ഡിയുടെ അബ്സോർപ്ഷന് കാരണമായിട്ടുള്ള ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ ഇത് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ പ്രൊഡക്ഷന് കാരണമായിട്ടുള്ള ഒരു ഹോർമോണിനെയും ഇത് കുറയ്ക്കുന്നു.